വളരെ വലുതാണ്. അതിനൊരു അവസരം തന്നെ നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാവിധ നന്മകളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എനിക്കൊരു വാക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചതാണ് പറയണമെന്ന്. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും പ്രസന്റ് തന്നിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. മനസ്സിലായ? ചന്ദ്രാപിയിൽ വെച്ച് നമ്മൾ 2ാമത്തെ പ്രാവശ്യം കൂടിയപ്പോഴും പ്രസന്റ് തന്നപ്പോൾ ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എല്ലാ പ്രാവശ്യവും ഇതിന്റെ ആവശ്യമില്ല. ഗൗരി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയാണ്, എല്ലാ പ്രാവശ്യവും പ്രസന്റേഷൻ നിങ്ങൾ തരണ്ട. പക്ഷെ നമ്മൾ ഒരുമിച്ച് കാണാൻ, ഭക്ഷണം കഴിക്കുക, സന്തോഷിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അടുത്തതായി കുസുമ ടീച്ചർ പ്ലീസ്. നിങ്ങളോട് പറയാനുള്ളത്, SN വിദ്യാഭവന്റെ പേര് ഇന്ന് കേരളം മുഴുവനും പ്രശസ്തമാണ്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എൻ്റെ മകൻ മൂത്തോന്ത് ഒരു സ്കൂളിലാണ് പഠിച്ചത്, CBSE സിലബസ് തന്നെ. ഞാൻ അവിടെ ടീച്ചർ പാരന്റ് മീറ്റിങ്ങിന് പോയപ്പോൾ എനിക്കൊരു ചെറിയ കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായിരുന്നു. അത് ഞാൻ സദസ്സിൽ കയറി പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇന്ന സ്കൂളിലെ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളോട് പറഞ്ഞത്. അപ്പൊ അവരിവിടെ വന്ന് ഇവിടുത്തെ നമ്മളുടെ സ്കൂളൊക്കെ കണ്ടുപോയിട്ടുണ്ട്. അവർ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ പ്രിൻസിപ്പൾ അന്ന് അവിടുത്തെ സഭയിൽ പറഞ്ഞത്, ഇത്രയും നല്ലൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുടെ മകൻ ഇവിടെ പഠിക്കുന്നത് നമുക്ക് അഭിമാനമാണ്. അത് തന്നെയല്ലേ ഞങ്ങൾ ഈ സ്കൂൾ ഇത്രയും വലിയ രീതിയിൽ പൊങ്ങി വരാൻ ആരാണ് കാരണം? നിങ്ങളാണ്. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സും നിങ്ങളുടെ പാരൻസും അതിൽ ഫാക്ടേഴ്സാണ്, അല്ലേ? അപ്പൊ ഇനി ഇതിൽ പരം നമുക്കിനി ഒന്നും നേടാനില്ല. ടീച്ചർ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. അടുത്ത വർഷം ഇത് വേണ്ട. അതുപോലെ ഭക്ഷണവും ഇത്ര ഗ്രാൻഡായിട്ടൊന്നും വേണ്ട മക്കളെ, ലൈറ്റായിട്ട് കേട്ടോ. നെക്സ്റ്റ് വെൽക്കം ഡെയ്സി ടീച്ചർ പ്ലീസ്. That was really nice. ഇന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ കൂടാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങളൊക്കെ ഓർത്ത് നിങ്ങളിങ്ങനെ പിടിച്ചു കൂട്ടുന്നുണ്ടല്ലോ, അതിനെന്നെ വളരെ നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Next I invite Rajni teacher. Please put your hands together. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കോർത്ത് ഇവിടെ വിളിച്ചുകൂട്ടി നിങ്ങളെ ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇത് ആർഭാടം ഇത് കുറച്ച് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഇത് തന്നെയാണ് എപ്പോഴും ഓർക്കാനുണ്ടായിരിക്കുക. അല്ലാണ്ട് നമ്മളുടെ ഈ പ്രസന്റേഷനിലും മറ്റു കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ആർക്കും, എല്ലാ ടീച്ചേഴ്സിന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പരിഗണിക്കണം. നെക്സ്റ്റ് വസന്തകുമാരി ടീച്ചർ പ്ലീസ്. എല്ലാവരും പറഞ്ഞത് എനിക്ക് പറയാനുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ രഹനയോട് പറഞ്ഞിരുന്നു, മോളെ ഇങ്ങനെയാണ് സംഭവം, എന്തിന് ഇത്രയ്ക്ക് വിപുലാക്കണേ, ഈ സമ്മാനം മാത്രം നിങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ രഹന എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങളുടെ പലരിൽ കുറെ കാശുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടട്ടെ, ടീച്ചർ അത് വിഷമിക്കണ്ട, സന്തോഷപൂർവ്വം സ്വീകരിക്കാം. ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. മനസ്സിലായില്ലേ കുട്ടികളെ? ഇനിയും ഇതുപോലെ കൂടുതൽ കൂടുതൽ തരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടാവട്ടെ. താങ്ക് യു. കസ്തൂരി ടീച്ചർ. സ്റ്റുഡൻസ്, എനിക്ക് പറയാനുള്ളത്, ഈ സംഘടന കുറച്ചും കൂടി വാസ്റ്റാക്കി നിങ്ങളുടെ ബാച്ചിന് ശേഷം വരുന്ന ഗ്രൂപ്പിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ആ അഭിപ്രായം താനമായി അത് നിങ്ങൾ ഒത്തൊരുമിച്ച് എടുക്കുന്നത്. നെക്സ്റ്റ് അനിത മിസ്. ഇതേയൊരു റീയൂണിയൻ സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെ സന്തോഷം.
നിരാശക്കൊട്ടായി തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ആങ്കറെല്ലാം മറക്കുക. അതെ പറഞ്ഞ വാച്ച് നോക്കണത് ഞാൻ കണ്ടു. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ക്ഷമിച്ചിരിക്കണോ. അതെ, എന്തായാലും വഴിയിൽ വെച്ച് കൊടുക്കാതെ. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മുടെ റീയൂണിയൻ എനിക്ക് വളരെ താല്പര്യമാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇത് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് എന്നൊന്നും ടീച്ചർക്ക് പറയാനില്ല. ടീച്ചർക്ക് എന്നും എല്ലാവരും ഒരുപോലെയാണ്. നിങ്ങൾ എന്നെ പരിചയപ്പെട്ടവരാണ്. നിങ്ങളുടെ കൂടെയുള്ളവർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ടീച്ചർക്ക് റിക്വസ്റ്റ് ആണ്. കുറച്ചു പേരോടൊക്കെ ഇവിടെ പറഞ്ഞു, നമുക്ക് ഒരു മാഗസിൻ, നമ്മുടെ SM വിദ്യാഭവന്റെ ഒരു പൂർവ്വചരിത്രവും പ്ലസ് നമ്മുടെ കുട്ടികളുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ നമ്പർ അടക്കമുള്ള എല്ലാ റെക്കോർഡ്സും ടീച്ചേഴ്സ് ഞങ്ങൾ എല്ലാ കൊല്ലം വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വളരെ കുറവാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും കാണുമ്പോഴൊക്കെ നമ്പർ തരുമോ എന്ന് പറയും. ഈ നിൽക്കണ പകയൻ അതിലും വലിയതാ. എന്റെ കയ്യിൽ എന്നും നമ്പർ മേടിക്കും, പക്ഷെ എന്നെ വിളിക്കാറില്ല. അപ്പൊ എനിക്ക് കുഴപ്പമില്ല ക്ഷമിച്ചിരിക്കുന്നു കുട്ടി. അപ്പൊ എല്ലാവരും അങ്ങനെ ഒരു മാഗസിൻ സംഭവം കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒരു കൂട്ടി നമുക്ക് തരണം. ഇതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. വേറെ എനിക്കൊന്നും പറയാനില്ല. എല്ലാം എന്റെ മക്കളാണ്. എന്നെന്നും നിങ്ങൾ എന്റെ മനസ്സിലുണ്ട്. പല സ്കൂളുകളിലെ ടീച്ചർ പോയെങ്കിലും നിങ്ങളാണ് ഇന്നും എന്റെ കുട്ടികൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ജയശ്രീ ടീച്ചർ. എല്ലാവരും ഒത്തുകൂടാനും അതിൽ സംബന്ധിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും അങ്ങനെ കാണാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർട്ടിസ്റ്റാണ്. എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, നിങ്ങൾ ഇവിടെ വന്നപ്പോൾ, അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു വിഷമം എനിക്ക് തോന്നി. ഇത്രമാത്രം ആത്മാർത്ഥതയും അതുപോലെ തന്നെ ഔത്സുക്യവും ഉയരങ്ങളിൽ കയറിപ്പറ്റാനുള്ള എല്ലാ ത്രാണിയും ആത്മാർത്ഥതയുള്ള എൻ്റെ മക്കളെ, നിങ്ങളുടെ അച്ഛനും അമ്മയും വളരെ വലിയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് കൊച്ചുമക്കളെല്ലാവരും വളരെ വലിയ ഉയർന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആത്മാർത്ഥതയുള്ള സ്നേഹ സമ്പത്തുള്ള അതുപോലെ തന്നെ പരിശ്രമികളായി ലോകത്തിലെ നാനാ ഭാഗങ്ങളിലും നിങ്ങളുടെ പേര് ജ്യോതിസായി തിളങ്ങുന്ന ഒരു ഭാഗ്യം എല്ലാവർക്കും കാണാനൊരവസരം ഉണ്ടാകട്ടെ. രുക്മിണി ചേച്ചി, നല്ലൊരു കൈഡി. എൻ്റെ മക്കളാണ്. എൻ്റെ പൊന്നുമക്കളും എൻ്റെ ടീച്ചേഴ്സും എൻ്റെ മക്കളാണ്. രാവിലെ 8 മണിക്ക് വന്നാൽ രാത്രി 6 മണി വരെ ഞാൻ സ്കൂൾ അടച്ചിട്ടേ പോക്കുള്ളൂ. എന്ത് വേണം, അവർക്ക് ചായ വേണം, ചോറ് വേണം. എൻ്റെ മക്കളാ ഇനി ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പണി ചെയ്തിട്ട് എൻ്റെ മക്കൾക്കുള്ള കൂട് സ്വന്തം മക്കൾക്കില്ല. അത്രയ്ക്ക് ഉള്ള സ്കൂൾ കുട്ടികളും അല്ല നിങ്ങൾ മക്കളും എൻ്റെ മക്കൾ ടീച്ചേഴ്സും എല്ലാവർക്കും നല്ലതാവട്ടെ. എന്നും നിങ്ങൾക്ക് വാരി പിടിക്കുന്ന മണ്ണ് കൊന്നാവട്ടെ. നിങ്ങൾക്ക് എന്നും നല്ലതുള്ളൂ. ഇത് മുള്ളു കറക്കി കാലിൻ്റെ മുള്ള, നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മുള്ളു എൻ്റെ നിലത്ത്
மணி சிரிச்சு புட்டாரு மங்கள போனாலும் அதில் According to Francis Bacon, reading makes a man perfect. Without reading, a man is not complete. A man gets complete knowledge through reading. Nobody can defeat a man who has a reading habit. Our great leaders, Mahatma Gandhi, Jawaharlal Nehru, were good readers in childhood. They liked reading as a hobby. To win in life, a man should be a good reader of books, magazines, etc. May all of you be good readers. Thank you and have a nice day. And my dear friends, today I am going to tell about importance of reading. Reading is more important than ever in today's society. We don't realize how important it is to read. By reading, it enables us to get more knowledge and awareness about things around us. As soon as we are born, we start learning behavior and features from our parents and surroundings. Later, after few years, it becomes a crucial part of our life. If we cannot read well, you will find it hard to have a successful career, earn people's respect, and even to lead a smooth life. To enhance one's own personality and to be a great human, it is essential to cultivate the habit of reading. This habit opens your door of imagination, creativity, and life experience. I would like to conclude by quoting George R.R. Martin, a famous American novelist. A reader lives 1,000 lives, where a man never reads, lives only one. Thank you and have a nice day. That was really super. വരിക വരിക വടിവേല ഹര ഹരോ ഹര 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 ഹരോ ഹര അന്നിക്കാടം പോറപ്പോരോ കൂടെ എടുത്ത് മുറിക്കുന്ന
ആ മോഹിനിയാട്ടാണ് ഞാൻ മോഹിനിയാട്ടാണ് വണ്ടിക്കണ്ടേ മായിലേ എന്നോടൊന്ന് നീ കൂടെ കൂടിയേ ഓടിവാനേ പെണ്ണാളെ പാടിവാനം ഓടിവാനേ പെണ്ണാളെ പാടിവാനം പോയോ പാടേ നല്ല പാടേ നല്ല പാടേ മധുര കരിമേ മലനേനെ മകര കുടമേ വിനീഷ് കുമാരൻ എന്നാണ് പറഞ്ഞത് അല്ലെ? സ്പോൺസർ ചെയ്ത 2 സൈക്കിൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അല്ലെ? സൈക്കിൾ ആർക്കാ വേണ്ടേ? നമുക്കിവിടെ നോക്കാം.
അഭിനവ്. കിട്ടിയടാ സൈക്കിള്. അങ്ങനെ ഇങ്ങനെ തരാൻ പോണേ. അടുത്ത സൈക്കിൾ, നെക്സ്റ്റ് സൈക്കിൾ. ആരെടുക്കും? നമുക്ക് ടീച്ചറിനെ കൂടെ എടുപ്പിക്കാം. ടീച്ചറെ കൊണ്ട് എടുപ്പിക്കാം. എനിക്ക് വേണ്ട, കിട്ടൂല. ദിയ ദിനേഷ്. മതിയിലോ? സൈക്കിൾ ഓടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓടിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇനി മാർക്കോ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ. ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു മിനിറ്റ് നമ്മള് ഒന്ന് ശ്രദ്ധിക്കുക. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒത്തുചേരൽ 3-ാം തവണയാണ് നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടത്ര സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മനോവിഷമം അവശേഷിക്കുമ്പോൾ തന്നെ വരും കാലങ്ങളില് ഈ സംരംഭം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയെ ഒരു മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയുടെ ഒരു ഉദ്ദേശശുദ്ധിക്ക് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് മറ്റൊരു രീതിയിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ കൂടി ഞാൻ വെക്കുകയാണ്. അപ്പോ ഇതിന് ശേഷം സ്റ്റുഡൻസ് ആയിട്ട് ഇരുന്നിരുന്ന വ്യക്തികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നവര് ഇവിടെ ഇരിക്കുകയും ഒരു ചെറിയ മീറ്റിംഗ് പോലെ ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ മീറ്റിംഗ് പോലെ ഇവിടെയുള്ളവരെല്ലാവരും ആകുന്നത്ര ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമുക്കൊരു മീറ്റിംഗ് കൂടാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് വരുംകാല നമ്മുടെ പരിപാടികളെ ഒരു ആസൂത്രണം ചെയ്യാനും ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങള് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയുടെ അവസാനമായിട്ട് നടത്തുന്ന മീറ്റിംഗിൽ കൂടി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ കടമയിലേക്ക് കടക്കാണ്. ആദ്യം തന്നെ ഞാൻ ഒരുപക്ഷെ എന്നോട് ഇന്നലെ സിബിൻ വിളിച്ച് പറഞ്ഞത് പ്രകാരം സ്വാഗതം പറയാനായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്ന കർത്തവ്യം. എന്തായാലും അത്തരം പരിപാടികളിൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മൾ വിചാരിച്ചത്ര സാന്നിധ്യമില്ലാതെ വന്നപ്പോ എന്തായാലും 10-25 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ റീന ഗോപി എന്ന് പറയുന്ന എന്റെ ആത്മസുഹൃത്തിന്റെ ഒരു എന്താ പറയാ മുൻകൈ എടുത്തുകൊണ്ട് റിയാസും സുബൈറും ഒക്കെ സഹായിച്ചുകൊണ്ട് ഒരു 25 വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീരമായ ഒരു കൂട്ടായ്മയ്ക്ക് അവസരമൊരുക്കി തന്ന ആ റീന ഗോപിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഒരു റീന ഗോപിക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ സംരംഭത്തിനൊക്കെ അതിശക്തമായിട്ട് കൂടെ നിന്നുകൊണ്ട് അഹോരാത്രം വാട്സപ്പിലൂടെ അങ്ങനെ നവമാധ്യമങ്ങളിലൂടെ പലതരത്തില് ആളുകളെ എനർജിയേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ള സിബിൻ പുതിയൊരു താരോദയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഇവിടെ എത്തിയില്ലെങ്കിലും സിബിൻ നല്ലപോലെ മെനക്കെട്ടുകൊണ്ട് ഈ പരിപാടിയെ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാതരം ശ്രമങ്ങളും നടത്തിയിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചില ആളുകളുടെ ഡാനി വളരെ 3 മീറ്റിംഗ് ഉണ്ടായിട്ടും വളരെയധികം ദിക്കുകളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും തന്റെ ജോലികൾ പോലും മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടും ഈ പരിപാടി ചെയ്യുന്ന അദ്ദേഹത്തിന് ഡാനിയെ സംബന്ധിച്ചിടത്തോളം ബദനി സ്കൂളിലെ ഒരു ഗെറ്റ് ടുഗദർ കൂടിയുള്ളതാണ്. അതുപോലെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാനും അങ്ങനെ ഈ സംരംഭത്തെ നല്ല രീതിയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്. ആ വ്യക്തികളുടെയൊക്കെ പരിശ്രമങ്ങളെ മറന്നുകൊണ്ട് എനിക്ക് ഇവിടെ നന്ദി പറയാൻ സാധ്യമല്ല. ഇതെല്ലാം പറയുമ്പോഴും
ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുമ്പോഴും പേര് പറയാത്ത സൈലന്റ് ആയിട്ട് വാട്സപ്പിലൂടെയൊക്കെ സിന്ധു ടീച്ചറെ പോലുള്ളവരൊക്കെ രാവിലെ തൊട്ട് ആക്റ്റീവാ. ഒരുപക്ഷെ അത്തരത്തില് ലൈവാക്കി നിർത്താൻ ഒരിക്കലും ഇവിടെ വന്ന് നിന്ന് 4 വരി പറഞ്ഞു പോകുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൗഹൃദത്തെ തന്നെയാണ് നമുക്കത് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.